രാത്രി ഒരുപാട് വൈകിയാട്ടോ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 1:30 ആ ടൈമൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ലോണ്ടറി ഒക്കെ ഒഴിക്കുന്നത്. കാരണം നല്ല വെള്ളം കയറുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലോണ്ടറിയിലുള്ള സാധനങ്ങളൊക്കെ അലക്കിയതും പിന്നെ അലക്കാനുള്ളതും പിറ്റേ ദിവസം കൊടുക്കാനുള്ളതൊക്കെ ആയിട്ടുള്ള സാധനങ്ങളാണിത്. അപ്പോൾ നമ്മളെ റൂമുകളിലും അതുപോലെ തന്നെ നമ്മളെ സിറ്റ് ഔട്ടൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അലക്കാനുള്ളതൊക്കെ ഉണ്ട് ഇത്. അപ്പോൾ മൊത്തത്തിൽ ഇക്കൊക്കെ നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേന് ഇതാ നമ്മളെ ലോണ്ടറിൻ്റെ സ്റ്റെപ്പിൻ്റെ അവിടം വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഇത് റോഡും നമ്മളെ ഗ്രൗണ്ടും പാടും എല്ലാം കൂടെയാണ് കേട്ടോ. നല്ല വെള്ളം പെട്ടെന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. സത്യത്തിൽ പേടിയാണ്. നമുക്ക് മഴയാണെങ്കിൽ കുറയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മഴ ഒന്ന് കുറഞ്ഞപ്പം നമ്മൾ ഫ്രണ്ടിലുള്ള റോഡൊക്കെ നല്ല വെള്ളം വരുന്നുണ്ട്. കാരണം മേലൊരു കുളം ഉണ്ട് കേട്ടോ. അതിൽ ഈ ഒരു വെള്ളം വരുന്നത്. അപ്പം മക്കൾക്ക് ഒരേ വാശി. കാരണം നമ്മളെ റോഡിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട് വെള്ളം. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണും. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വിചാരിച്ച എവിടെ ഇറങ്ങരുത് എന്ന് സ്കൂളിൽ നിന്നൊക്കെ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു കേട്ടോ. ഇവർ സമാധാനം തരാത്തതുകൊണ്ട് നമ്മളൊന്ന് പോയി നോക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ മുന്നിലുള്ള റോഡാണ് കേട്ടോ. അവിടെ നല്ല വെള്ളം വരുന്നുണ്ട് അല്ലേ, നല്ല ഒഴുക്കുണ്ടതാ. ആ വണ്ടി നിർത്തിയ ആ ഒരു പോർഷൻ ഇല്ലേ, അവിടെ വരെ വെള്ളം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ തിരട്ടമ്മലിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവർക്കും വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കേ.